ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് 3 ടൈപ്പിലുള്ള ബുക്ക് മാർക്സ് ആണ്. ഫസ്റ്റ് ടൈപ്പ് എന്നുണ്ടെങ്കിൽ നമ്മുടെ പേപ്പർ വെച്ചാണ് ചെയ്യണം. സിമ്പിളാണ് ഇത് ചെയ്യാനായിട്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ സ്ക്വയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ക്വയർ കട്ട് ചെയ്യാനുള്ള ഒരു സിമ്പിൾ എടുക്കുന്നുണ്ടെങ്കിൽ ഇത് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ ട്രയാങ്കിൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് മുറിച്ചെടുത്തതിനാൽ നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് കിട്ടും കേട്ടോ. നമ്മൾ ട്രയാങ്കിൾ ഫോൾഡ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു സംഭവം ഇതുപോലെ പൊക്കത്തേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ രണ്ട് സൈഡിലുള്ളതും ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ രണ്ട് വശങ്ങളും നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്തതിൻ്റെ അകത്തേക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു സ്റ്റെപ്പ് മാത്രം ഇത്തിരി ഹാർഡായിട്ടുള്ളൂ. നമുക്ക് കറക്റ്റായിട്ട് ചെയ്യണം. ഇതുപോലെ കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇതിനൊരു ഫേസ് വരച്ചു കൊടുക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഐസും മൗത്തൊക്കെ വരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യൂട്ടാക്കാനായിട്ട് കുറച്ച് ബ്ലഷ് ഇട്ട് കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ ഈ ഒരു പിങ്ക് ബ്രഷ് പെൻ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മുടെ രണ്ട് സൈഡിലായിട്ട് കുഞ്ഞ് റൗണ്ട് ഇട്ട് കൊടുക്കാതെ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡിസൈൻ ചെയ്യാം. ഞാനിപ്പോൾ ഫേസാണ് വരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ബുക്ക് മാർക്കിൻ്റെ ഐഡി ഇതുപോലെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഫസ്റ്റ് ടൈപ്പ് ഇതാണ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ടൈപ്പ് നോക്കാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ടൈപ്പിനായിട്ട് നമ്മൾ ബുക്ക് മാർക്സ് ഉണ്ടാക്കാനായിട്ടുള്ള ഇതുപോലത്തെ ഇത് ഓൾറെഡി ഒരു ബുക്ക് മാർക്കാണ്. നമുക്ക് ഇത് കുറച്ചും കൂടി ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അത് അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇതൊരു ബുക്ക് മാർക്ക് ഉണ്ടാക്കാനായിട്ട് കൂട്ടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമുക്ക് ഡെക്കറേറ്റ് ചെയ്യണ പോലെ ചെയ്യാം. അപ്പോൾ പേപ്പർ പിൻസ് ആണ് നമ്മുടെ ഇന്ന് ഈ സെക്കൻഡ് ടൈപ്പിന് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ പേപ്പർ പിൻസിന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് രണ്ടെണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് വേണ്ട അത്ര ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പം സ്റ്റിക്കർ ഒട്ടിച്ചിട്ടാണ് ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. സ്റ്റിക്കർ എടുക്കാനായിട്ട് നമ്മൾ ട്രിങ്കറ്റ് ബോക്സ് എടുക്കുകയാണ്. ട്രിങ്കറ്റ് ബോക്സിൽ നിന്ന് നമുക്ക് വേണ്ട സ്റ്റിക്കറൊക്കെ എടുക്കാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ വീഡിയോ ഇട്ടപ്പോഴേക്കും ഇതിനകത്ത് ഇടാൻ എൻ്റെ സ്റ്റിക്കർ ഉണ്ടായിരുന്നില്ല. ഇപ്പം നമുക്ക് സ്റ്റിക്കർ ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ രണ്ട് പെങ്കിൻ്റെ ഇതെടുത്തിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണം ആ പിങ്കിൽ ഒട്ടിക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതാണ് കുറച്ചും കൂടെ മാച്ച് എന്ന്. നമുക്ക് ഇതെടുക്കാം. ഇനി ബ്ലൂവിൽ ഒട്ടിക്കാന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ബ്ലൂവിൽ വെക്കാനായിട്ട് ഈ ഒരു കുഞ്ഞു ക്യൂട്ട് ബേർഡിൻ്റെ ഒരു പിക്ചറാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മുടെ കിളീനെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് നമ്മുടെ പേപ്പർ പെൻസിലേക്ക് ഒട്ടിക്കേണ്ട മാത്രമേ ഉള്ളൂ. അതിന് മുന്നേ നമുക്ക് ഇതിനോട് ഡ്യൂറേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ രണ്ട് സൈഡിലും. ഇപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സെല്ലോ ടേപ്പ് എടുക്കുന്നു. ഇത് നമ്മുടെ പിക്ചറിൻ്റെ നീളത്തിൽ ജസ്റ്റ് ഒന്ന് ഇതാക്കുന്നു. എന്നിട്ട് പിക്ചർ ഇതുപോലെ കമത്തി ഇതിനകത്തേക്ക് ഒട്ടിക്കുന്നു. നന്നായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇത്തിരിയും കൂടെ നീട്ടത്തിൽ നമ്മുടെ സെല്ലോ ടേപ്പ് മുറിക്കാം. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബാക്കിലും കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കാനാണ്. അപ്പോൾ ഇതുപോലെ കിട്ടും. ബാക്കിലും കൂടെ ഒട്ടിച്ചെടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഷേപ്പിൽ മുറിച്ചെടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കിളിയും അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് ഒട്ടിക്കാം. അതും ഇത്തിരി ശ്രദ്ധിക്കേണ്ട ഒരു പ്രോസസ്സ് തന്നെയാണ് ഇതിനകത്ത്. ഫസ്റ്റ് നമുക്ക് കിളീനെ ഒട്ടിക്കാം. ബ്ലൂ എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഈ ഒരു ഭാഗമാണ് നമുക്ക് ബുക്കിലേക്ക് ഇറക്കി വെക്കേണ്ടത്. അതായത് ഇവിടെയാണ് കിളീനെ ഒട്ടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പിക്ചർ വെച്ചിട്ട് ബാക്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സെല്ലോ ടേപ്പ് ഒട്ടിച്ചെടുക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്ലൂ ഇതുപോലത്തെ ട്രാൻസ്പെറൻറ്റ് ഗ്ലൂ ഒക്കെ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ സെല്ലോ ടേപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ സൈഡോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ സെല്ലോ ടേപ്പാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അത് നമുക്കൊരു കുഞ്ഞു പീസാക്കിയാണ് മുറിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലത്തെ ഒരു കുഞ്ഞു പീസാണ് കട്ട് ചെയ്യേണ്ടത്. ഇവിടെ ഒന്ന് ഒട്ടിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു 4 പീസെങ്കിലും ഒട്ടിച്ച് കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വിട്ടു വരും കേട്ടോ. നമുക്ക് ഇതുപോലെ 4 പീസ് ഒട്ടിച്ചെടുക്കാം.
അപ്പോൾ ഇതുപോലെ 4 ലെയർ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ബാക്കിൽ. ഇതാ നല്ല സെക്യൂർ ആയിട്ടുണ്ട് കേട്ടോ, ഇനി ഇത് ഊരിപ്പോവില്ല. നമുക്ക് എല്ലാ ബുക്ക് മാർക്സും ഉണ്ടായി കഴിഞ്ഞിട്ട് നല്ല ലാസ്റ്റ് ബുക്കിൽ വെച്ച് കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ പിങ്കും ഒട്ടിച്ചെടുക്കാം.